സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയത്തിൽ 5-ാമത്തെ ദശകത്തിൽ 5-6 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ഭഗവാന്റെ ആ വിരാട് പുരുഷോൽപത്തിയെക്കുറിച്ചാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. അതിൽ ഓരോരോ തത്വങ്ങളെക്കുറിച്ചും 24 തത്വങ്ങൾ എന്ന് പ്രസിദ്ധമാണല്ലോ. അപ്പം അങ്ങനെ ഈ ശ്ലോകത്തിൽ അഹങ്കാര തത്വത്തെ ഭഗവാൻ ഏതു വിധം സൃഷ്ടിച്ചു എന്നാണ് വർണ്ണിക്കുന്നത്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം. ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുൽബോധനിഷ്പാദക. ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ. സ്പഷ്ടും ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാൽ. ഈ ശ്ലോകത്തിൽ നേരത്തെ പറഞ്ഞു, മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോടായിട്ട് ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ പറയണത്. ഗുരുവായൂരപ്പ അവിടുന്ന് ഭേദബുദ്ധിയോടുകൂടി അഹങ്കാരത്തെ സൃഷ്ടിച്ചു എന്നിങ്ങനെ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കണു. അപ്പോൾ മഹത്തത്വം, ബുദ്ധിതത്വം തുടങ്ങിയിട്ടുള്ള ഓരോരോ സൃഷ്ടിഭേദങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വർണ്ണിച്ചു. അങ്ങനെ ഈ മഹത്തത്വം ത്രിഗുണസ്വരൂപമെങ്കിലും സത്വപ്രധാനമായിട്ട് ഈ ജീവങ്കിൽ ഭേദബുദ്ധിയില്ലാത്ത ഞാനെന്ന ഭാവത്തെ ഉളവാക്കി എന്നിങ്ങനെ ആദ്യം ഇവിടെ സൂചിപ്പിക്കണം. പിന്നീട് ഇതാ പറയണു, അതിൽ നിന്ന് അവിടുത്തെ പ്രേരണയാൽ ഹേ ഗുരുവായൂരപ്പ സത്വ രജസ്തമോ ഗുണങ്ങളുടെ പൂർവ്വവികാസത്തിൽ ഭേദബുദ്ധിയോടുകൂടിയ അഹങ്കാരത്തെയും സൃഷ്ടിച്ചു എന്നിങ്ങനെ ഇവിടെ പ്രതിപാദിച്ചു. ഇനിതാ അടുത്ത ശ്ലോകത്തിൽ ഓരോരോ അധിഷ്ഠാന ദേവതയെക്കുറിച്ചാണ്, ദേവതകളെ കുറിച്ച് വർണ്ണിക്കുന്നു. സോഹഞ്ച ത്രിഗുണക്രമാൽ ത്രിവിധിധാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസദാമസാവിധി ഭവന്നാദ്യേന തത്വാത്മനാ. ദേവാനിന്ദ്രിയമാനിനോ ഹൃദദൃശാവാദാർക്കവാശ്യശ്വിനോ വഹ്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകൻ. അങ്ങനെ ഈ അഹങ്കാര ബുദ്ധിയെ അവിടുന്ന് സൃഷ്ടിച്ചു എന്നിങ്ങനെ മേൽപ്പത്തൂര് വർണ്ണിക്കണു. എന്നിട്ടതാ പറയണു, ഈ അഹങ്കാരം ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച് വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെ 3ആയി പിരിഞ്ഞു. അതിൽ ആദ്യത്തേതായ വൈകാരികം, അതായത് സാത്വികം, യഥാക്രമം ശ്രോത്രം, ത്വക്ക്, നേത്രം, രസന, നാസിക എന്നീ ഇന്ദ്രിയങ്ങളുടെ അധിദേവതകളായ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനികൾ എന്നിവരെ, അതേപോലെ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെ അധിദേവതകളായ അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി എന്നിവരെയും, പിന്നീട് ആ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ അന്ധക്കരണവൃത്തികളുടെ അധിദേവതകളായ ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു എന്നിങ്ങനെ ഇവിടെ സൂചിപ്പിക്കണം. അപ്പം അങ്ങനെ ഭഗവാന്റെ ആ വിരാട് പുരുഷോൽപത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ സൃഷ്ടി ഭേദങ്ങളെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 2ാം സ്കന്ധത്തിലാണ് ഈ സൃഷ്ടികളെക്കുറിച്ചൊക്കെ പറയുന്നത്. ആ ബ്രഹ്മ നാരദ സംവാദത്തിൽ കൂടി ആ സൃഷ്ടിഭേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിസ്തരിച്ച് ഈ വിരാട് പുരുഷോൽപത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിരാട് സ്വരൂപത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പല പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ഓരോ സന്ദർഭവശാൽ അതിൽ പറയുന്നുണ്ടെന്നർത്ഥം. ഏതായാലും ഇവിടെ ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഈ അഹങ്കാരത്തെ സൃഷ്ടിച്ച ആ ഒരു
വിഷയം, അതേപോലെ മറ്റ് അനുഷ്ഠാന ദേവതകളെ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ള ആ കാര്യങ്ങളും വിഷയങ്ങളും ഇവിടെ സൂചിപ്പിച്ചു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവത് പ്രേരണ കൊണ്ട് അന്ധക്കരണത്തെ സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, അതേപോലെ 10 ഇന്ദ്രിയങ്ങളുടെ പ്രാദുർഭാവം, പിന്നീട് പഞ്ചഭൂതങ്ങളുടെ ഉത്ഭവം അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് വരുന്ന ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അത് നമുക്ക് നാളെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പാരായണം ചെയ്ത് സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.